ഇങ്ങനെ ഒരു കേക്ക് ഞാൻ ആദ്യമായിട്ടാട്ടോ ചെയ്യണത്. ഇതിൻ്റെ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും അവർ ഈ ഒരു കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ അവരുടെ സ്റ്റാറ്റസിൽ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ആ ഒരു വീഡിയോ ഞാൻ അതിൽ ആഡ് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചാണ്, കാരണം അവർക്ക് യൂട്യൂബിലിടുന്ന ഇഷ്ടമല്ലെങ്കിലോ വിചാരിച്ചിട്ടാണ്. ഇതൊരു ബർത്ത്ഡേ കേക്കായിരുന്നു. പക്ഷേ ഈ ഒരു കേക്ക് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു വാഴയുടെ തീമിലാട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. കുറേ മുന്നേ തന്നെ എനിക്ക് കുറച്ച് ചെക്കന്മാർ ഒരു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു, ഒരു കേക്ക് ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട്. ആ ഒരു തീം തന്നെ കേട്ടോ നമുക്ക് ഈ ഒരു കേക്കിന് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ മെസ്സേജ് അയച്ചപ്പോൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വാഴയുടെ തീമിൽ വേണം. അങ്ങനത്തെ റെഫറൻസ് ബുക്ക് നോക്കിയെങ്കിൽ എനിക്ക് തീരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറേ സെർച്ച് ചെയ്ത് നോക്കി, പക്ഷേ ഈ ഒരു തീമിൽ ആരും ചെയ്ത കേക്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതേപോലെ ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് വെച്ചിട്ട് ചെയ്ത് കൊടുത്താട്ടോ. അവരോട് പറഞ്ഞ ഒരു വാഴത്തോട്ടായിരിക്കണം കേക്ക് ഫുള്ളായിട്ട് എന്നാണ്. പിന്നെ അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കൊലച്ച വാഴയും വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഒന്നല്ല 2 വാഴ ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി 2-3-4 വാഴ ഞാൻ ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് നമ്മൾ 1 kg സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ട് കേക്കാണ്. കേക്കിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കുറേ വാഴയുടെ ഒരു ഫോട്ടോസാണ്. വേറെ പ്രത്യേകിച്ച് ഒന്നും ഈ കേക്കിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു കേക്ക് അവർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വാഴയുടെ ഇലയിൽ വെച്ചിട്ടാട്ടോ. ഈ വാഴത്തോട്ടൊക്കെ കാണുമ്പോൾ വിചാരിക്കും വല്ല കൃഷിക്കാരന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്ത കേക്കാന്ന്. അങ്ങനെയൊന്നല്ല കേട്ടോ. ഇതൊരു ചെറിയ ചെക്കനാണ്. അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അവന് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്കിൻ്റെ ഫൈനലൊക്കെ ഇങ്ങനെ ഇട്ട് വരുന്നത്. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.